Welcome to School Guru Learning App. We have discussed in the last session that what is called a chemical reaction, how to balance a chemical reaction and how to identify a chemical reaction is happened there. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ, എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാവുക, ഒരു കെമിക്കൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് കെമിക്കൽ റിയാക്ഷനെ തന്നെ പല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം, ഒരു റിയാക്ടൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക, അത്രയേ ഉള്ളൂ. ആ കൺവേർഷൻ നമുക്ക് പല രീതിയിൽ കാണിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ അവർ ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഞാൻ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ആദ്യത്തെ ആളെന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഈ കോമ്പിനേഷൻ എന്ന് പറയണകാട്ടി മുമ്പേ നമുക്കൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലേ? കമ്പൈൻ ചെയ്യുക. എന്താ കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, രണ്ടാൾക്കാർ അല്ലെങ്കിൽ കുറേ ആൾക്കാർ, ഇത്ര ആൾക്കാരും ആയിക്കോട്ടെ, കൂടി ചേരുന്നതിനല്ലേ നമ്മൾ കമ്പൈൻ ചെയ്യാന്ന് പറയാം. അത്ര തന്നെ ഉള്ളൂ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. വെൻ റിയാക്ടൻറ്റ് കമ്പൈൻ ടുഗെദർ ടു ഗിവ് യു എ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. റിയാക്റ്റൻറ്റുകൾ അങ്ങനെ പറയാം. വെൻ റിയാക്ടൻസ്, ആ വാക്ക് നിർബന്ധ കോമ്പിനേഷൻ റിയാക്ഷനിൽ. റിയാക്ടൻറ്റുകൾ കൂടിച്ചേർന്നിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഞാനതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല, ഒരു ഫോർമാറ്റ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ബേസിക്കലി ഒരു കോമ്പിനേഷൻ റിയാക്ഷനെ കാണിക്കുക. എ പ്ലസ് ബി ഗീവ്സ് എന്തെന്ന് കൊടുക്കുക, സി എന്ന് കൊടുക്കുക. നമുക്കറിയണ കാര്യമാണ്. ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എയും ബിയും, അല്ലേ? ഈ എയും ബീനെ നമ്മൾ എന്തെന്ന് വിളിക്കും, റിയാക്റ്റൻ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ സീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുക, പ്രോഡക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, അല്ലേ? എ എന്ന് പറഞ്ഞ റിയാക്റ്റൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഉണ്ട്. അതുകൂടി ചേർന്നിട്ട് സി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. രണ്ടാൾക്കാർ കൂടി ചേരുകയാണ്, അല്ലേ? അതിനെയാണ് കോമ്പിനേഷൻ എന്ന് വിളിക്കുക. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ ടു യു. ഞാനൊരു എക്സാമ്പിൾ തരാം. നമുക്ക് ഏറ്റവും ബേസിക്കലി ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ എടുക്കണമല്ലോ കേട്ടോ. എങ്ങനെ വാട്ടർ ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന H2ഉം അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്ന O2ഉം തമ്മിൽ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, H2O എന്ന് പറഞ്ഞ വാട്ടർ ഉണ്ടാവുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു 2ഉം കിട്ടും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു 2 കിട്ടും. അപ്പോൾ 2H2 + O2 gives 2H2O. രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും തമ്മിൽ കൂടി ചേർന്നിട്ടാണ് രണ്ട് വാട്ടർ മോളിക്യൂളുകളായിട്ട് മാറുന്നത്. സോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് രണ്ട് റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുണ്ടാവണം നിർബന്ധം, അങ്ങനെയല്ലേ കമ്പൈൻ ചെയ്യുള്ളൂ, കൂടിച്ചേരുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ കൂടി ചേർന്നിട്ട് ഒന്നോ അതിലധികമോ പ്രോഡക്റ്റ്, ചിലപ്പോൾ രണ്ട് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇതിൽ തന്നെ നമ്മളെ ബോർഡ് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ആ ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണ്. നമ്മൾ ലെയിൻ വാട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ലെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ വൈറ്റ് വാഷിന് ഉപയോഗിക്കുന്നതിനാണ് ലെയിൻ വാട്ടർ എന്ന് പറയുക. ആ ലെയിൻ വാട്ടർ ഉണ്ടാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഞാൻ ഈ ചോദ്യം എങ്ങനെ വരികയെന്നും കൂടെ പറഞ്ഞുതരാം. CaO എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡും, CaO എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽഷ്യം ഓക്സൈഡ്. ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O എന്ന് പറയുന്ന വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റാണ് CaOH2 എന്ന് പറഞ്ഞ ആൾ. CaOH2നെയാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കും,
അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ലൈം വാട്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലൈം വാട്ടർ എന്നും പറയാം, അതുപോലെ സ്ലേക്കഡ് ലൈം എന്ന് പറയാം. ഈ CaO പറയുന്ന ഒരു പേരുണ്ട്. CaO എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം എന്നും കൂടെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെ ചോദിക്കാമെന്നറിയോ? എക്സ് എന്ന് പറഞ്ഞൊരു റിയാക്റ്റൻറ്റ് വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് വൈ എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ആ വൈ എന്ന് പറയുന്ന ആളെ സാധാരണ വൈറ്റ് വാഷായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആരാണ് എക്സ്, ആരാണ് വൈ എന്ന് ചോദിക്കും. എക്സ് ആരാ വൈ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എക്സ് എന്ന് പറഞ്ഞത് ആരായിരിക്കും? ഈ പറഞ്ഞ CaO ആയിരിക്കും. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ CaOH2 എന്ന് പറഞ്ഞ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഓരോ ടൈപ്സ് ഓഫ് റിയാക്ഷൻ പഠിക്കുമ്പോഴും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ എക്സാമ്പിളുകളാണ് പഠിക്കുന്നത്. അല്ലാതെ വാട്ട് ഈസ് കോൾഡ് കോമ്പിനേഷൻ ഒന്നും ഇല്ല ഇപ്പോൾ. ബിക്കോസ് നമുക്ക് MCQ ക്വസ്റ്റ്യനും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഓരോ റിയാക്റ്റൻറ്റിനെയും അവരെ പ്രത്യേകതകൾ എന്ത് ചെയ്ത് പോകണം, പഠിച്ചു പോകണം. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിലേക്ക് പോവാം. ഞാനിത് കുറച്ച് നീക്കുന്നുണ്ട് ഇവിടുന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ? ഈ ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഡീകമ്പോസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ എന്നുള്ള മീനിങ് ആണ് എന്തെന്ന് പറയുക, ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡീകമ്പോസിഷൻ എളുപ്പമാണ്. കാരണം കോമ്പിനേഷൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് 4 ടൈപ്സ് കെമിക്കൽ റിയാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിസൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള റിയാക്ഷനും ഡീകമ്പോസിഷനാണ്. കാരണം 3 തരത്തിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫെർദർ ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതി തരണം. എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത്? ഡീകമ്പോസിഷൻ റിയാക്ഷനെ കാണിക്കുക, അത്രയേ ഉള്ളൂ. ഒരു AB എന്ന് പറഞ്ഞ ഒരാൾ എന്തായിട്ട് മാറുക, ഒരു A+B എന്നായിട്ട് മാറുക. അതായത് ഒരു റിയാക്റ്റൻ്റ് മുറിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാവുന്ന റിയാക്ഷൻ പറഞ്ഞു. വെള്ളം എങ്ങനെ ഉണ്ടാവുക? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വാട്ടർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? ഈ പറഞ്ഞ ഹൈഡ്രജനും കിട്ടണം, അതുപോലെ തന്നെ എന്തും കിട്ടണം, ഓക്സിജനും കിട്ടണം. ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 2H2O എന്ന് പറഞ്ഞ ആൾ അല്ലേ, 2H2O ഗീവ്സ് എന്താ ഉണ്ടാവുക, 2H2 + O2. അതായത് ഇത് കോമ്പിനേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വൈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദി ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. കാരണം എന്താ, 2H2ഉം O2 കൂടെ കൂടി ചേർന്ന് 2H2O ഉണ്ടാവുമെങ്കിൽ 2H2O ബ്രേക്ക് ചെയ്താൽ തിരിച്ചെന്തന്നെ ആയിട്ട് മാറും, 2H2ഉം O2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷനെ തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ഡിവിഷൻ ഓഫ് ഡീകമ്പോസിഷൻ ആണ്. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്, നന്നായി ശ്രദ്ധിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എക്സാമ്പിളുകൾ വരുന്നതാണ്. വാട്ട് ആർ ദ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ആദ്യത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് തെർമൽ ഡീകമ്പോസിഷൻ എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയും. മൂന്നാമത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോലിസിസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ 3 ഡീകമ്പോസിഷൻ ആണ്: തെർമൽ ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ, ഫോട്ടോലിസിസ് ഓർ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഇതെന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ തെർമൽ ഡീകമ്പോസിഷൻ്റെ നേരെ എന്തെന്ന് കൊടുക്കുന്നുണ്ട്, ഹീറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. തെർമൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹീറ്റ് എന്നാണ്. ഇലക്ട്രോലിസിസിൻ്റെ അവിടെ ഞാൻ എന്തെന്ന് കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഫോട്ടോലിസിസ് എന്നുള്ളതിൻ്റെ നേരെ ഞാൻ എന്തെന്ന് കൊടുക്കുന്നുണ്ട്, ലൈറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. What is called thermal decomposition? A decomposition reaction is carrying in presence of a heat is called thermal decomposition. ഒരു ഹീറ്റിൻ്റെ പ്രസൻസിലാണ്, ഒരു ചൂട് കൊടുക്കുമ്പോഴാണ് ഒരു റിയാക്റ്റൻ്റ് മുറിഞ്ഞിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ട് മാറുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കാം. സോ ഒരു ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അവിടുത്തെ മീഡിയം ഹീറ്റ് ആവുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും
എന്തായിരിക്കും ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്? ഒരു ഡീകമ്പോസിഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണ മീഡിയം ഇലക്ട്രിസിറ്റി ആവുമ്പോഴാണ് നമ്മൾ അതിനെ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഒരു ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അവിടെ മീഡിയം ലേറ്റ് ആവുകയാണെങ്കിലാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? ഫോട്ടോലിസിസ് അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 എണ്ണത്തിലും ഓരോ എക്സാമ്പിൾ എഴുതി തരാം. ആദ്യം തന്നെ ഞാൻ ഇലക്ട്രോളിസിസ് ആണ് പറഞ്ഞു തരുന്നത്, അത് പെട്ടെന്ന് അവസാനിക്കും. അപ്പം ഞാൻ ആദ്യം ഇലക്ട്രോളിസിസിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു തന്നാണ്. ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ എന്ന് പറയണതില്ലേ, എന്താ 2H2O എന്നുള്ളത് മുറിഞ്ഞിട്ട് എന്തൊക്കെ ആയിട്ട് മാറും? 2H2 എന്നുള്ള ആളും അതുപോലെ തന്നെ O2 എന്നുള്ള ആളായിട്ട് മാറും. ഈ റിയാക്ഷൻ നേരോടെ മുകളിൽ നമ്മൾ എന്തെന്ന് കൊടുക്കണം? ഇലക്ട്രിസിറ്റി എന്ന് കൊടുക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വാട്ടർ മുറിഞ്ഞിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് 2 വാതകങ്ങളായിട്ട് 2 ഗ്യാസുകളായിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെ പ്രസൻസിൽ ചെയ്യുന്ന വേണം? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ചെയ്യുന്ന വേണം. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഈ NaCl എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, സോഡിയം ക്ലോറൈഡ്. ഈ സോഡിയം ക്ലോറൈഡും ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറുന്നറിയോ? Na എന്ന് പറയുന്ന മെറ്റലായിട്ടും അതുപോലെ തന്നെ Cl2 എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. So these are the major or the important example of electrolysis or electrolytic decomposition. Let's move to the next one. ഞാൻ തെർമൽ ലാസ്റ്റ് പറയാം. അടുത്തതാണ് എന്തെന്ന് പറയണത്? ഫോട്ടോലിസിസ് എന്ന് പറയണത്. അപ്പോൾ ഞാൻ അവിടേക്ക് എടുക്കാൻ പോവാ കേട്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് ആര് എന്ന് പറയണത്? ഫോട്ടോലിസിസ് എന്ന് പറയണത്. ഞാനിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഇവിടെ ഹെഡിങ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോലിസിസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോട്ടോലിസിസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ യൂസിങ് ലൈറ്റ് ആസ് എ മീഡിയം. ഒരു ലൈറ്റ് മീഡിയം ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുള്ളൂ? ഫോട്ടോലിസിസ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അതിൽ ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. AgBr എന്ന് പറയുന്ന ഒരു സോൾട്ട് ഉണ്ട്. AgBr എന്ന് പറഞ്ഞാൽ സിൽവർ ബ്രോമൈഡ് എന്ന് പറഞ്ഞതാണ്. Ag എന്ന് പറഞ്ഞാൽ സിൽവർ ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ. ബ്രോമിൻ, Ag എന്ന് പറയുന്നത് മെറ്റലാണ്, സിൽവർ മെറ്റലാണ്. Br എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ആണ്. ഈ AgBr ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് Ag എന്ന് പറയുന്ന മെറ്റലായിട്ടും അതുപോലെ തന്നെ Br2 എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മളിത് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2AgBr എന്ന് കൊടുക്കേണ്ടി വരും. ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? ഒന്നുകൂടെ ഞാൻ എഴുതാം. 2AgBr gives എന്താ വരിക? 2Ag പ്ലസ് എന്തായിട്ട് മാറി? Br2 എന്നായിട്ട് മാറി. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ മുകളിൽ, റിയാക്ഷൻ നേരോടെ മുകളിൽ ഞാൻ എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? ലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? AgBr മുറിഞ്ഞിട്ട് Ag എന്ന് പറയുന്ന മെറ്റലും Br2 എന്ന് പറയുന്ന ഗ്യാസ് ആയിട്ടും മാറുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. ഇതാണ് ഫോട്ടോലിസിസിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ഒരു ഇക്വേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഇക്വേഷനാണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയണത് ഈ ഡീകമ്പോസിഷൻ ഓഫ് എന്താണ്? AgBr ആണ്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് 2AgCl എന്നുള്ള ആള് എന്തൊക്കെ ആയിട്ട് മാറുക? 2Ag പ്ലസ് Cl2 എന്നായിട്ട് മാറുക. ഈ റിയാക്ഷനും എന്തിൻ്റെ പ്രസൻസിൽ തന്നെയാണ് നടക്കുക? ലൈറ്റിൻ്റെ പ്രസൻസിൽ തന്നെയാണ് നടക്കുക എന്ന് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് എ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓർ യു ക്യാൻ ഈവൻ കോൾ ഇറ്റ് ആസ് ഫോട്ടോലിസിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു ടൈപ്പ് ഡീകമ്പോസിഷൻ ആണ്. ദാറ്റ് ഈസ് കോൾഡ് തെർമൽ ഡീകമ്പോസിഷൻ. ഞാൻ അത് കുറച്ചൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത് എന്ത് എഴുതാൻ പോവുകയാണ്? തെർമൽ ഡീകമ്പോസിഷൻ എന്ന് കൊടുക്കാൻ പോവുകയാണ്. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീകമ്പോസിഷൻ ബൈ യൂസിങ് ഹീറ്റ് അല്ലേ? ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഡീകമ്പോസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത് ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുക? തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വിളിക്കാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഈ FeSO4 എന്ന് പറയുന്ന ഒരു സോൾട്ട് ഉണ്ട്. FeSO4 എന്ന് പറഞ്ഞാൽ ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞ സോൾട്ടാണ്. ഞാൻ ഇക്വേഷൻ എഴുതി വെക്കാം. FeSO4 ഇതിൻ്റെ കളർ പഠിച്ചു പോകാനുണ്ട്, ഞാൻ എഴുതി തരാം. FeSO4 എന്ന് പറഞ്ഞ സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തൊക്കെ ആയിട്ട് മാറുന്നറിയോ? Fe2O3 എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ SO2 എന്ന് പറയുന്ന ഒരു ഗ്യാസും SO3 എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഞാൻ അതിൻ്റെ മുകളിൽ ഹീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ കാണുന്ന ഭാഗത്ത് ഒരു 2 വരും, അതായത് 2FeSO4 കൺവേർട്ടഡ് ടു Fe2O3 പ്ലസ് SO2 പ്ലസ് SO3. ഈ രണ്ട് ആൾക്കാർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ SO2 എന്ന് പറയുന്ന സൾഫർ ഡയോക്സൈഡും SO3 എന്ന് പറയുന്ന സൾഫർ ട്രയോക്സൈഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദേ ആർ കളർലെസ് ഗ്യാസസ്. ഇവർ എന്ത് ഗ്യാസുകളാണ്? കളർലെസ് ഗ്യാസുകളാണ്. അതുപോലെ തന്നെ ഈ FeSO4 എന്ന് പറഞ്ഞൊരു സോൾട്ട് ഉണ്ട്, ഫെറസ് സൾഫേറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇതിന്റെ കളർ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് പെയിൽ ഗ്രീൻ കളറുള്ള ഒരു സോൾട്ട് ആണ് ആരെന്ന് പറയണത്? ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞത്. പരീക്ഷയ്ക്ക് എന്താ ചോദിക്കാന്ന് അറിയോ? ഒരു പെയിൽ ഗ്രീൻ കളറുള്ള സോൾട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ആളും അതുപോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള 2 ഗ്യാസും ഉണ്ടായി. അതിൽ ആരാണ് അല്ലെങ്കിൽ ആരായിരുന്നു ആ പെയിൽ ഗ്രീൻ കളറുള്ള സോൾട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് ആരാണ്? FeSO4 ആണെന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതുപോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള 2 ഗ്യാസുകൾ ആരൊക്കെയാണ്? SO2ഉം SO3 ആണ്. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളും കൂടെ ഈ തെർമൽ ഡീകമ്പോസിഷനിൽ നമുക്ക് വരാറുണ്ട്. ആ തെർമൽ ഡീകമ്പോസിഷനിൽ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് PbNO3 ട്വൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞ ആളാണ്. ഈ ലെഡ് നൈട്രേറ്റ് ഒരു വൈറ്റ് കളറുള്ള സോൾട്ട് ആണ് കേട്ടോ ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2PbO എന്ന് പറയുന്ന ഒരു ലെഡ് ഓക്സൈഡും അതുപോലെ തന്നെ 4NO2 എന്ന് പറയുന്ന നൈട്രജൻ ഡയോക്സൈഡും പിന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് O2 എന്ന് പറഞ്ഞ ആളും ഉണ്ടാവും. ഈ ചോദ്യത്തിന്റെ ഇമ്പോർട്ടൻ്റ് എന്ന് അറിയോ? ഒരു വൈറ്റ് കളറുള്ള സോൾട്ട് ഹീറ്റ് ചെയ്തപ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ കളറുള്ള ഒരു ഗ്യാസിനെ കാണാൻ സാധിച്ചു എന്ന് പറയാറുണ്ട്. ആ റെഡിഷ് ബ്രൗൺ കളറുള്ള ഗ്യാസ് ആണ് ആരെന്ന് പറയണത്? NO2 എന്ന് പറയണ നൈട്രജൻ ഡയോക്സൈഡ്. മറന്നു പോകരുത്, എന്ത് കളറാണ്? റെഡിഷ് ബ്രൗൺ കളറാണ് അതിൻ്റെ എന്തെന്ന് വരുന്നത്? കളറ് നിറം വരുന്നത്. മറന്നു പോകരുത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൻ്റെ അടിയിൽ പഠിക്കാനുള്ളത്? തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നതിൻ്റെ അടിയിൽ പഠിക്കാനുള്ളത്. സോ ഹിയർ വി ആർ വൈൻഡിങ് അപ്പ് ദ സെക്കൻഡ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒന്നുകൂടെ ഓർത്ത് വയ്ക്കാം, ഡീകമ്പോസിഷനിൽ 3 റിയാക്ഷൻസ് വരുന്നുണ്ട്. തെർമൽ ഡീകമ്പോസിഷൻ, ഫോട്ടോലിസിസ് ആൻഡ് ഇലക്ട്രോലിസിസ്. ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയ ആണ് ആ ഡീകമ്പോസിഷൻ നടത്താനുള്ള എനർജി ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കണം. സോ ഇതോടുകൂടി ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് തേർഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, മൂന്നാമത്തെ ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞത് ഏതൊക്കെ? കോമ്പിനേഷൻ കഴിഞ്ഞു, ഡീകമ്പോസിഷൻ കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പില്ലേ? ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക അല്ലേ? എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? ചേഞ്ചിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അല്ലേ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്ന റിയാക്ഷനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് റിയാക്ഷൻ എന്ന് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. പക്ഷെ അതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ എഴുതി തരാൻ പോവാണ്. നോക്കുക, AB എന്ന് പറഞ്ഞ ഒരാള് C എന്ന് പറഞ്ഞ ഒരാളായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തായിട്ടാണ് മാറാന്ന് അറിയോ? ഇതിന്റെ പ്രൊഡക്റ്റ് രസം. ഈ കാണുന്ന C വന്നിട്ട് ഇവിടുത്തെ ബീനെ വാങ്ങും. അപ്പൊ എന്തായിട്ട് മാറി? CB എന്നായിട്ട് മാറി. പ്ലസ് ആര് പുറത്തേക്ക് പോയി? ഈ കാണുന്ന A എന്ന് പറഞ്ഞ ആള് പുറത്തേക്ക് പോയി. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ FeSO4 എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കാം. FeSO4 എന്ന് പറഞ്ഞാൽ ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞ ആളാണ്. ഈ ഫെറസ് സൾഫേറ്റിലേക്ക് ഞാൻ എന്തിന് ആഡ് ചെയ്തു? ഒരു Zn എന്ന് പറയുന്ന ആളെ ആഡ് ചെയ്തു. Zn എന്ന് പറഞ്ഞാൽ ആരാ? സിങ്ക്. എന്താ സംഭവിക്കാന്നറിയോ? നോക്കി നോക്ക്. ഈ കാണുന്ന സിങ്ക് വന്നിട്ട് ഈ SO4 എന്ന് പറയുന്ന സൾഫേറ്റ് പാർട്ടിനെ തന്നിലേക്ക് വാങ്ങും. എന്നിട്ട് എന്തായിട്ട് മാറി? ZnSO4 എന്നായിട്ട് മാറി. എന്നിട്ട് ആരെ പുറത്തേക്ക് കളഞ്ഞു? ഈ കാണുന്ന Fe എന്നുള്ള ആളെ പുറത്തേക്ക് കളഞ്ഞു. ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് CuSO4 എന്ന് പറയുന്ന ഒരാളെടുത്തു. എന്താ CuSO4 എന്ന് പറഞ്ഞാൽ? കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റിലേക്ക് ഞാൻ Fe എന്ന് പറഞ്ഞ ഒരാളെടുത്തു. Fe ആരാ? അയണം അല്ലേ? എന്തുണ്ടാവുക നോക്കി നോക്ക്. ഈ കാണുന്ന Fe വന്നിട്ട് ഈ SO4 വാങ്ങും. അപ്പം എന്തായിട്ട് മാറി? FeSO4 എന്നായിട്ട് മാറി. ആര് പുറത്തേക്ക് പോയി? Cu എന്നുള്ള ആള് പുറത്തേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റല് Fe അല്ലെങ്കിൽ സിങ്ക് എന്നൊക്കെ പറയുന്നത് മെറ്റൽസ് ആണ്. ഒരു മെറ്റല് മറ്റൊരു മെറ്റലിനെ
സ്ഥലം മാറ്റുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിക്കണ ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിയാക്ഷനാണ്. കളറ് നിറം വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്തായിരുന്നു എന്ന് ചോദിക്കും. മറന്നു പോകരുത്, കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറുള്ള ആളാണ് കോപ്പർ സൾഫേറ്റ്. അതിലേക്ക് ഒരു സിൽവർ ഗ്രേ കളറുള്ള ഒരു അയൺ എന്ന് പറഞ്ഞാൽ ഒരു അയൺ നെയിൽ, ഒരു ഇരുമ്പിൻ്റെ ആണി നമ്മൾ തൂക്കി ഇട്ടു, ഒരു എന്താ പറയുക, ഒരു ത്രെഡ്മ കെട്ടിയിട്ട് ഒരു അയൺ നെയിൽ കൊടുന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ മെല്ലെ ഡിപ്പ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം നമ്മളത് അങ്ങനെ വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്? ഈ ബ്ലൂ കളർ മാറിയിട്ട് ആ പ്രൊഡക്റ്റിന്റെ കളറ് ഒരു ഗ്രീൻ കളറായിട്ട് മെല്ലെ മെല്ലെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറാൻ തുടങ്ങിയത് കൊണ്ടാ? ഫെറസ് സൾഫേറ്റ് ആയിട്ട് മാറാൻ തുടങ്ങിയതാണ്. ആ ഫെറസ് സൾഫേറ്റിന്റെ കളറാണ് ഗ്രീൻ എന്ന് പറയണത്. അതിൻ്റെ കൂടെ കോപ്പറും കൂടെ ഉണ്ടായില്ലേ? ആ കോപ്പറിന്റെ കളർ എന്ത് കളറായിരിക്കും? ഒരു ബ്രൗൺ കളറായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. when a metal is displaced by another metal from its solution, and that reaction is called a displacement reaction. അതിനെ വിളിക്കുന്ന പേരാണ് displacement reaction, which is an important question for your examination. So by this we concluded the third type of chemical reaction. So we have studied first one combination, then decomposition, then we move to the displacement reaction, and the final types of final chemical reaction is called double displacement reaction. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു അല്ലേ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 2 പ്രാവശ്യം ഡിസ്പ്ലേസ്മെന്റ് നടക്കണേനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അതും കൂടെ നമുക്ക് ഈ സെഷനിൽ എടുക്കാനുണ്ട്. സോ ഞാൻ ഇവിടുന്ന് ഇതൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു ഗിവ് എൻ ഹെഡിങ് കോൾഡ്, എന്താ ഹെഡിങ് കൊടുക്കേണ്ടത് നമ്മൾ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡബിൾ, ബാക്കി പഴയ പോലെ തന്നെ കേട്ടോ. എന്തെന്ന് കൊടുക്കണം? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഇതിനും ഞാൻ എന്ത് തരാൻ പോവാണ്? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരാൻ പോവാണ്. ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ തരാൻ പോവാണ്. കൊടുമ്പക്ക് നോക്കിക്കോളൂ. എങ്ങനെയാണ് ഇക്വേഷൻ തരുന്നത് നോക്കിക്കോളൂ. എ ബി എന്ന് പറയുന്ന ഒരാളെ ഞാൻ എടുത്തു. ആ എ ബിയിലേക്ക് സി ഡി എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആഡ് ചെയ്തു. ഇത് എന്തായിട്ട് മാറാന്നറിയോ? നോക്കിക്കോ, വളരെ സിമ്പിളാട്ടോ. ഞാൻ ഏറെ വരക്കണങ്ങളും നോക്കി നോക്ക്. ഈ എ പോയിട്ട് ഇവിടുത്തെ ഡീനം വാങ്ങും, ഈ സി പോയിട്ട് ഇവിടുത്തെ ബീനം വാങ്ങും. അപ്പം എന്താ മാറുക? എ ബിക്ക് പകരം അത് എന്തായിട്ട് മാറി? ബോർഡുമക്ക് നോക്കിക്കോളൂ. എ ബിക്ക് പകരം അത് എ ഡി എന്നായിട്ട് മാറി. സി ഡിക്ക് പകരം അത് എന്തായിട്ട് മാറി? സി ബി എന്നായിട്ട് മാറി. അപ്പോൾ 2 പ്രാവശ്യം മെറ്റലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് നടത്തുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ PbSO4 എന്ന് പറയുന്ന ഒരു സോൾട്ട് എടുത്തു. PbSO4 എന്ന് പറഞ്ഞാൽ ലെഡ് സൾഫേറ്റ് ആണ്. ആ കാണുന്ന PbSO4ലേക്ക് ഞാൻ KI എന്ന് പറയുന്ന ഒരാൾ ആഡ് ചെയ്യും. KI എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞ ആളാണ്. K പൊട്ടാഷ്യം ആണ്, I എന്ന് വന്നുകൂടെ വന്നാൽ പൊട്ടാഷ്യം അയോഡൈഡ്. എന്താ സംഭവിക്കാന്നറിയോ? ഒന്നുമില്ല. ഈ K വന്നിട്ട് ഇവിടുത്തെ SO4നെ വാങ്ങണം, ഈ PB പോയിട്ട് ഇവിടുന്ന് I-നെ വാങ്ങണം. എന്നിട്ട് പൊട്ടാഷ്യം സൾഫേറ്റ് ആയിട്ടും K വന്നിട്ട് സൾഫേറ്റിനെ വാങ്ങിയ പൊട്ടാഷ്യം സൾഫേറ്റ് ആയിട്ട് മാറി. PB പോയിട്ട് I-നെ വാങ്ങിയാൽ എന്തായിട്ട് മാറി? ലെഡ് അയോഡൈഡ് ആയിട്ട് മാറി. പക്ഷെ ലെഡ് അയോഡൈഡിന്റെ ഫോർമുല ശരിക്കും നോക്കണം കേട്ടോ. ലെഡ് അയോഡൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് PbI2 ആണ്. പൊട്ടാഷ്യം സൾഫേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് K2SO4 ആണ്. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ മക്കളെ ഇവിടെ ഒരു 2 കൂടെ വരുന്നു മാത്രമേ ഉള്ളൂ. ബാലൻസിങ് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് അവിടുത്തെ എന്ത് വരിക? കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ വിളിക്കണം മറ്റൊരു പേരും കൂടെ ഉണ്ട്. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട്. പ്രസിപ്പിറ്റേറ്റ് എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ദ ഇൻസോലിയബിൾ സോളിഡ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? പ്രസിപ്പിറ്റേറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കണ മറ്റൊരു പേരാണ് എന്ത് റിയാക്ഷൻ എന്ന് വിളിക്കുക? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അതായത് ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. ഈ PbI2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. PbI2ന്റെ കളർ എന്ന് പറയുന്നത് മറക്കരുത്, ഒരു യെല്ലോ കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് ആരെന്ന് പറയുക? PbI2 എന്ന് പറയാം. ഞാൻ ഇതിന് വേറെ എക്സാമ്പിൾ ഒന്നും കാണിച്ചു തരുന്നില്ല.
പക്ഷെ ഇതുപോലെ മറ്റൊരു ചില നമ്മൾ അധികം വേറെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഈ എന്തെന്ന് പറയുന്നത് PbSO4 എന്ന് പറഞ്ഞ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇതും ചിലപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കളറും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത് എന്ത് പ്രസിപ്പിറ്റേറ്റ് ആണ്? ഒരു വൈറ്റ് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രത്യേകത എന്താ? യു ക്യാൻ സീ 2 times displacement happening in the chemical reaction and there should be a precipitate formed after the chemical reaction that also you can see in that chemical reaction. അത്രേ ഉള്ളൂ. ഓരോ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. സോ ഹിയർ ബൈ വി ആർ കൺക്ലൂഡിങ് ദ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 4 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. സോ ഇനി ബാക്കിയുള്ള പാർട്ടായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.